അഗത്തിയിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ ശക്തനായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ആലിക്കോയ സാഹിബ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി നാട്ടുകയാണ്. ലക്ഷദ്വീപിന്റെ പ്രകൃതി മനോഹാരിത ചൂഷണം ചെയ്യാൻ വേണ്ടി ഏത് കോർപ്പറേറ്റ് ശക്തികളും ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ വന്നാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അതിനെതിരെ സന്ധിയില്ലാത്ത സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്യും. നിയമപരമായും രാഷ്ട്രീയപരമായും അതിൽ നേടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറായിരിക്കുമെന്ന് കൂടി അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജയ് ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് ജയ് ഖാർഗെജി, ജയ് ജയ് ഖാർഗെജി, ജയ് ജയ് ഹംദുള്ള സാഹിബ്, ജയ് ജയ് ഹംദുള്ള സാഹിബ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇന്ന് തിരുനഗരയിലാണ് നിൽക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഗത്തി യൂണിറ്റ് ബ്ലോക്ക് കോൺഗ്രസിന്റെയും ലക്ഷദ്വീപ് ടെറിട്ടോറിയൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ MK കോയ സാഹിബ്, PK അബ്ദുസ്സലാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇവിടെ ഇന്ന് സന്ദർശനം നടത്തിയിരിക്കുന്നത്. അഗത്തി ദ്വീപിലെ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റും അവരുടെ ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് നേതാക്കന്മാർ എല്ലാവരും ഞങ്ങളുടെ ഈ സംഘത്തിലുണ്ട്. ഞങ്ങളിവിടെ ഇന്ന് കണ്ടിരിക്കുന്ന അവസ്ഥ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇന്ന് ഈ തിരുനഗരയിൽ കാണുന്നത്. നമ്മുടെ മനോഹരമായ ഈ കാടുകളും അതുപോലെ തന്നെ തൈകളും വൃക്ഷങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിക്ക് തന്നെ വളരെ മോശമായ രീതിയിലുള്ള ഇതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കടൽ ഭാഗത്തു നിന്ന് കേവലം 15 മീറ്ററോളം വ്യത്യാസം മാത്രം ഉള്ള ഒരു സ്ഥലത്താണ്. ഇതാണ് ഇവർ ടെൻറ്റ് സിറ്റിക്ക് വേണ്ടി ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഫൗണ്ടേഷനാണ്. ടെൻറ്റ് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു താൽക്കാലികമായുള്ള സ്ട്രക്ചർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ നോക്കുമ്പോൾ സുനാമി ഫൗണ്ടേഷൻ എന്നാണ് അവർ പറയുന്നത്. സുനാമി അടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും തീവ്രമായ കൊടുങ്കാറ്റടിച്ചാലും ഒന്നും സംഭവിക്കാത്ത രൂപത്തിലുള്ള പെർമനന്റ് സ്ട്രക്ചറോട് കൂടിയ ഒരു ടെന്റ് സിറ്റിയാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധമാണ്. GRZന്റെ അകത്താണ്. ലക്ഷദ്വീപുകാരെ അനുവദിക്കാത്ത ഈ സ്ഥലത്ത് ടൂറിസ്റ്റുകാരെ കൊണ്ടുവരുവാൻ, കോർപ്പറേറ്റുകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടി മാത്രമാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെതിരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിക്കുന്നു.